ടോവിനോന് ടോവിനോ സുഹൃത്തായതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടായിരുന്നു. പക്ഷേ ഇത് ടോവിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ടോവിനോനെ കൊണ്ടുപോയി കാണിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഉള്ള കോൺസ്റ്റൻറ്റ് സപ്പോർട്ടാണ് ടോവിനോ. അത് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതേ കൈയ്യടി തന്നെ തിയേറ്ററിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാതെ ഇവിടെയും സ്വീകരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതങ്ങനെ ഇത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമയാണ്. അത് ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് സിനിമയുടെ മേക്കിങ്ങിലൊക്കെ. അപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞ ആൾക്കാർ മോശം പറയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പോകുന്നതാണ് വിചാരിക്കുന്നത്. ചേട്ടാ, ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ പുതിയ താരങ്ങളെ വെച്ച്, പാലക്കാട് നിന്ന് പുതിയ താരങ്ങളെ വെച്ച്, അതും ഫസ്റ്റ് അവസരത്തിൽ തന്നെ, ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇത്രയും പെർഫോമൻസ് ചെയ്തിരിക്കുന്ന ചെറിയ കാര്യമല്ല. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഉള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം മറ്റ് ജില്ലകളിൽ നിന്ന് റെസ്പോൺസിന് വരുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അതിലുള്ള സന്തോഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൂടെ തെളിയുന്നുണ്ട്? എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കാസർഗോഡുകാരെ വെച്ചിട്ട് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ഏരിയ വെച്ചിട്ട് സിനിമ എടുക്കുന്നത് കൊല്ലംകോടുകാരെ വെച്ചിട്ടാണ്. കൊല്ലംകോടത്തെ മനുഷ്യന്മാർ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഈ സിനിമേനെ മാറ്റിയത്. അല്ലെങ്കിൽ കാസർഗോഡ് ചെയ്യേണ്ടതായിരുന്നു ഈ സിനിമ. അപ്പോൾ അവരെ കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ, അവരെ വർക്ക് ചെയ്തെടുക്കാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ സമയം എഫേർട്ടൊക്കെ എടുത്തതെന്നുള്ളത് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് കാണാൻ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. നമുക്ക് 100 ചേച്ചി എവിടെ നിന്നാണ്? ഇവിടെ തന്നെ അല്ലേ? പാലക്കാട് ഭാഷയൊക്കെ കിടന്ന ആണല്ലേ? മ്യൂസിക്കിലല്ലേ? അല്ലേ? പാലക്കാട് ഭാഷയൊക്കെ കേട്ടപ്പോൾ മനസ്സിലായോ? അതല്ലേ, ഭയങ്കര നല്ല റെസ്പോൺസ് എല്ലാ ജില്ലയിൽ നിന്ന് വരുന്നതുകൊണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആവട്ടെ അല്ലേ? പ്രാർത്ഥിക്കും അല്ലേ? കമ്പനി എല്ലാവരും അറിയാം, പുള്ളി എല്ലാവരുമായിട്ട് കമ്പനിയല്ലേ? എന്തായാലും ഭയങ്കര ബാക്കിയുള്ളവരും കൂടെ കൂടി പോകുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.